इसमें वो नशा है कि जो एक बार तुम्हारे खून के मुंह लग गया तो इसके बगैर तुम्हारा खून जम जाएगा। राजेश को जब पता चलेगा वो तुम सबको। മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. മോൾ അവനെയും കൂട്ടി ഒരു നല്ല ലേഡി ഡോക്ടറെ കാണണം. കൊല്ലം 1 കഴിഞ്ഞു. ഡോക്ടറെ കാണുന്ന എന്തിനാ? വല്ല തകരാറും ഉണ്ടെങ്കിൽ പരിശോധിച്ചാലല്ലേ അറിയൂ. എനിക്ക് തകരാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് മോനായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തില് അങ്ങനെ ഒരു തകരാറ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ആദ്യം എന്താ ചെയ്യേണ്ടെന്നറിയോ? മോനോട് പറയുക, ഫയലുകളും കളക്ടറേറ്റും മാത്രമല്ല ജീവിതമെന്ന്. ഈ 4 ചുവരുകൾക്കുള്ളിൽ തടവിലിട്ടിരിക്കുന്നത് മൃഗത്തെയല്ല, ആരെയാണെന്ന് പറയൂ. ഇതങ്ങോട്ടാ? മുറിയിലേക്കുള്ളതാ. ഫയൽ നോട്ടൊക്കെ ആഫീസില്, കിടപ്പുമുറിയിലല്ല. അർജന്റ് ആയിട്ടുള്ള ചില ഫയലുകൾ ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഞാൻ പറയുന്നത് കേക്ക്. ഉറങ്ങിയെന്ന് വെച്ച് സന്തോഷിച്ചു അല്ലേ? നീ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു അല്ലേ? എവിടെയായിരുന്നു ഇത്ര നേരം? ഓ, ഇന്നത്തെ പോലെ ഒരു ടൂറ്. ഒറ്റപ്പാലത്ത് പോയോ? നിനക്ക് ഇതുവരെ അത് മനസ്സിൽ നിന്ന് കളയാറായിട്ടില്ലേ? നീ എന്നെ വെറുതെ സംശയിക്കാണ്. വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അതും നീ എന്തിനാ വെറുതെ സ്പോയിൽ ചെയ്യുന്നേ? എനിക്കറിയാം, ഹരിക്ക് അവളെ മറക്കാൻ പറ്റില്ല. രാത്രി ഉറങ്ങാതെ ആലോചിച്ച് കിടക്കുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ആലോചിക്കാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു ജില്ലയുടെ ഭരണം എന്താണെന്ന് നിനക്കറിയില്ല. ഒരു ദിവസമെങ്കിലും എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരിത്തിരിയെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹരി എന്നോട് പക വീട്ടുകയാണ്. കണ്ണാടി വെച്ച് വായിക്കുവാരേ. ഈ പടം നമ്മുടെ സുധാകരന്റെ അല്ലേ? സുധാകരന്റെ പടം പത്രത്തിൽ വന്നേക്കണു. ശരിയാണോടാ? എവിടെ? എന്റെ മോനെ, അമ്മ നിന്റെ പടമെങ്കിലും ഒന്ന് കാണട്ടെ. അവൻ തടിച്ചു അല്ലേ? കാര്യം എന്താണെന്നൊന്ന് വായിച്ചേ. കോഴിക്കോട് ജില്ലാ റവല്യൂഷണറി കോൺഗ്രസ് സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട അമ്പാട്ട് സുധാകരൻ. എന്റെ ഈശ്വര, അവനെ നീ നേർവഴിക്ക് കൊണ്ടുവന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അവൻ നന്നാകും. എന്റെ മോനെ എനിക്കൊന്ന് കണ്ടാ മതി. എന്നിട്ട് വിശേഷങ്ങളൊക്കെ നീ പറയ്. ഓഹോ, സുധിയാ? എടാ, ചേട്ടന്റെ കൊടുക്കാം. വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? അമ്മയ്ക്ക് മോനെ കാണാൻ കൊതിയായി. ഞാൻ ഇന്ന് രാത്രി ടിവിയിലെത്തും. പിന്നെ കോഴിക്കോട്ട് തന്നെ ഉണ്ടാവും. നിനക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നുകൂടെ? കലക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ തെണ്ടിപ്പട്ടിക്കെന്ത് കാര്യം? ചേട്ടൻ എനിക്ക് ആരുമല്ലല്ലോ. വെട്ടിപ്പിടിക്കാനും തിരിച്ചടിക്കാനും സ്തുതിക്കും കഴിയും. ആ, സൗകര്യം പോലെ ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. മോനെ, സുധി ഇന്ന് വരുമെന്ന്. നമുക്കൊന്ന് പോയി കാണണം അവനെ. നിന്നെ കാണുമ്പോ അവന്റെ പിണക്കവും പരിഭവവും ഒക്കെ തീരും. അമ്മയ്ക്ക് മോനെ കാണണമെങ്കിൽ കണ്ടിട്ട് വരാം. എനിക്ക് ഇവിടെ ഇങ്ങനെ കാത്തു കിടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. നിനക്കെന്താ കുറച്ചില്ല? സ്വന്തം അനിയനെ കാണാനല്ലേ? ഇങ്ങനെ ആവരുത് ചേട്ടന്മാര്. അമ്മയെ, ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഇങ്ങനെ ഒരു ടിവിയുടെ മുമ്പിൽ വന്ന് കാത്തു കിടക്കാന്ന് വെച്ചാൽ അതിൽ മോശമുണ്ട്. കുറച്ചിലാണെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ കണ്ടിട്ടേ വരുന്നുള്ളൂ. ക്ഷമിക്കണം സാർ, ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം വന്ന് കാണാൻ പറഞ്ഞു. അമ്മയാണെന്ന് പറഞ്ഞില്ലേ? അമ്മയും ചേട്ടനും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ. ഓ, എന്തായി? കഷ്ടപ്പെട്ട് വളർത്തി വലിയ ആളാക്കിയപ്പോ ഒന്ന് കാണാൻ. എന്നോടുള്ള വാശി തീർക്കണമേ. അമ്മ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ചർച്ച നടക്കുകയാണല്ലേ? അമ്മ വരുമെന്ന് കരുതി.
പക്ഷെ കലക്ടർ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചില്ല. അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ വയ്യല്ലോ. വാശിയും വൈരാഗ്യവും എന്നോട് മാത്രം പോരെ. എന്തിനാണത് പാവം അമ്മയോട് തീർക്കുന്നത്? വളർന്ന് വലിയവനാകൂ. അമ്പാട്ട് സുധാകരൻ നായർ മുകളിലേക്കാണ് കയറേണ്ടത്, താഴേക്കല്ല. ഈ പകപോക്കൽ ചീപ്പായി പോയി. എന്റെ അനിയൻ ഇത്രയ്ക്ക് തരം താഴരുത്. ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നെ. ശേഖരമാവൻ ആളെ കൂട്ടാനുള്ള ഒരു അവസരം പോയി. എടോ ദാ തന്റെ അനന്തരവൻ കമ്മിറ്റി മെമ്പറും കഴിഞ്ഞ് ജില്ലാ സെക്രട്ടറി വരെ എത്തിയിട്ടുണ്ട്. ഇനി അയാളുടെയും തന്റെയും മിടുക്ക് കൈയും മെയ്യും അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അടുത്ത ഇലക്ഷന് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ്. മുറ്റത്ത് നിന്ന് വർത്താനം പറയാതെ അകത്തേക്ക് കയറാലോ. കേറുക മാത്രമല്ല ഇന്ന് ഉണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്താ പോരെ? മോളെ, നീ ഇപ്പൊ ഇവിടെ താമസം? ഒരാഴ്ചയായി ടി വിയിലാ. ഒരു വീട് ശരിയായിട്ടുണ്ട്, ഫർണിഷിംഗ് നടക്കുന്നു. വലിയ വാടകയാവില്ലേ അവിടെയൊക്കെ? അയാളെന്താ പാർട്ടി കൊടുക്കില്ലേ? ഇത് ഇത്രയോട് ഒഴിക്കും. ഇഷ്ടായോ ഇവളുടെ പാചക? അസലായിരിക്കുന്നു. ഇവളുടെ കാര്യമല്ലേ മുമ്പൊരിക്കൽ എന്നോട് സൂചിപ്പിച്ചത് നമ്മുടെ കളക്ടർക്ക്? അത് നടക്കാണ്ടിരുന്നു നന്നായി. ഇപ്പൊ ആ പെണ്ണ് നരയിക്കുകയാണത്രേ. നമുക്ക് പറ്റിയൊരു ബന്ധം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. പറ്റിയ ഒരാളുണ്ട്. ആരാ? നമ്മുടെ ഒരു പയ്യന്. പറയാ. മന്ത്രി ഉദ്ദേശിക്കുന്നത്? തനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയൂ. പയ്യനെ പറ്റി എനിക്ക് അത്ര പ്രതീക്ഷയുണ്ട്. അസംബ്ലി സീറ്റിന്റെ കാര്യം മന്ത്രി കാര്യമായിട്ട് പറഞ്ഞതാ? ഞാൻ അധികം തമാശ പറയില്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? വടക്കൻ മേഖലയിൽ ഒരു സീറ്റ് നമുക്ക് വേണം. കഴിഞ്ഞ തവണ സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ ഞാനത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എടുത്തു പറയാവുന്ന ഒരാളെ കിട്ടണ്ടേ? അടുത്ത തവണ നമുക്കത് കിട്ടണം. എന്താ കിട്ടില്ലേ സുധാകരൻ നായരെ? പരിശ്രമിക്കാം എന്ന് പറഞ്ഞാ പോരാ, എവിടെയും ചെന്ന് ഇടിച്ചു കയറണം. ഘടകകക്ഷികൾക്കും തന്നെ ഇംപ്രസ് ചെയ്യണം. അവര് പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ്. വലിയ കക്ഷികൾക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മളെങ്ങനെ? പറ്റും. ഉദാഹരണത്തിന് ബേപ്പൂര്. അവിടെ വലിയ കക്ഷികളുടെ ട്രേഡ് യൂണിയനുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ അവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു സ്ത്രീയാണ് നേതാവ്. അടുത്ത ഇലക്ഷന് ഒരു കക്ഷിയും അവിടെ പച്ച തൊടില്ല. ആ സ്ത്രീ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇടിച്ചു കയറണം, ആധിപത്യം സ്ഥാപിക്കണം. ആരുമില്ല ഇവിടെ? കണ്ണൂടെ ഭവതി ആരാണാവോ? താര. രാധമ്മ താരയുടെ അമ്മയാണോ? നിങ്ങൾ അമ്മേനെ കാണാൻ വന്നതാ? ഇരിക്കും, ഞാൻ അമ്മേനോട് പറയാം. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട്ട് നിന്ന്. പേര് അമ്പാട്ട് സുധാകരൻ നായർ. കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടപ്പോ ഒരു 40 വയസ്സാണ് കരുതിയത്. നിങ്ങൾ വളരെ ചെറുപ്പമാണ്. സ്ത്രീകളെ പുകഴ്ത്താൻ അറിയാലോ. ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു യൂണിറ്റ് ഇവിടെ സംഘടിപ്പിക്കണമെന്നുണ്ട്. അന്വേഷിച്ചപ്പോ നിങ്ങളാണ് ഈ ദേശക്കാരുടെ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നറിയാൻ കഴിഞ്ഞു. പരിഹസിക്കുകയാണെന്നറിയാം. യൂണിയൻ ആരംഭിക്കാൻ എന്റെ സമ്മതമോ പിന്തുണയോ ആവശ്യമില്ലല്ലോ. ട്രേഡ് യൂണിയനുകളെ തുരങ്കം വെക്കുകയാണ് നിങ്ങളുടെ ഹോബി അല്ലേ? അതെ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഏതാണ്ട് 10ഓളം ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്നു. ഇന്നൊന്നും ബാക്കിയില്ല. ഉള്ളത് ഞങ്ങളുടെ യൂണിയൻ മാത്രമാണ്. ഏകാധിപതിയെ പോലെ നിങ്ങൾ അവരെ നയിക്കുന്നു. അതെ. അവരുടെ പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരാൻ മറ്റാരെയും അനുവദിക്കുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കവർ തരുന്നത് പണമല്ല, ആഹാരവും സംരക്ഷണവുമാണ്. അധികകാലം ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? കേവലം 2 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണിത്. ബേപ്പൂർ കടപ്പുറത്ത് മാത്രമല്ല, ഇത് വ്യാപിക്കുകയാണ്. നിങ്ങളുടെ കൊടികൾ ഇവിടെ പാറുമെന്ന് തോന്നുന്നില്ല മിസ്റ്റർ അമ്പാട്ട് സുധാകരൻ നായർ. ആ, ചായ തരാൻ മറന്നു. ഇപ്പൊ വേണ്ട, ഞാൻ ഇനിയും വരും. അങ്കിൾ, ടാറ്റാ. ഒന്ന് നിർത്തിയേ. സാറേ, എന്താ അവിടെ? ഇവക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ബാങ്കിന്റെ, അത് കഴിഞ്ഞ് പോണ വഴിയാ. എന്നിട്ട് വീട്ടിലോട്ടൊന്നും വന്നില്ലല്ലോ സാറേ. മോള് മറന്നോ? ഞങ്ങളെങ്ങനെ പെട്ടെന്ന് മറക്കുന്നവരല്ല മാധവിയമ്മേ.
വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഇനി ഒരിക്കലാവട്ടെ, പോയിട്ട് അത്യാവശ്യമുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. കല്യാണത്തിനോ വന്നില്ല, കൊല്ലം ഒന്ന് കഴിഞ്ഞു. ഇതിനിടയ്ക്കൊന്ന് വരാൻ തോന്നി. ഇപ്രാവശ്യം വീട്ടിൽ കയറിയിട്ട് പോയാ മതി. മോളെ, ഇത് രാമപിള്ള സാറ്, ഹരിയുടെ. ഓ, എനിക്കറിയാം. സുധർമ്മയില്ലേ? വീട്ടിലേക്ക് വന്നേ പറ്റൂ. എന്താ ഇത്ര ആലോചിക്കാൻ? നമുക്ക് മാധവിയമ്മയുടെ പ്രതാപമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം, അല്ലേ മോളെ? ഓ, എന്താ എന്റെ സാറേ, എല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നു. വരൂ. എപ്പോ വന്നു? വന്നേ ഉള്ളൂ. അച്ഛനുണ്ട്, കണ്ടില്ലേ? ഇല്ല. അമ്മ സൽക്കരിക്കാവും. ചേച്ചി ഞാൻ ഇങ്ങോട്ട് മാറി, ഇപ്പൊ അങ്ങോട്ട് പോയി. ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടായല്ലേ? സുധേ, എന്നോട് പ്രതികാരം ചെയ്യാണോ? ഞാനോ? പിന്നെ എന്നും ഇങ്ങനെ സന്യാസിനെ പോലെ കഴിയാനാണോ നിശ്ചയം? ഏയ്, ആര് പറഞ്ഞു? എനിക്കൊരിക്കലും പറ്റില്ല സന്യസിക്കാൻ. സന്യാസം എന്ന് പറഞ്ഞാൽ ഫിസിക്കലല്ലോ, മെന്റലല്ലേ. മനസ്സിലിപ്പോഴും ഹരിയേട്ടന് സുഖമാണല്ലോ. എനിക്ക് സുഖം കിട്ടുമെന്ന് സുധയ്ക്ക് തോന്നുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ, ഹരി നേരത്തെ വന്നല്ലോ. ഇവര് വരുമെന്നറിഞ്ഞോ? ഇല്ല, 1-2 പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തു. നാളെ ജില്ലാ വികസന സമിതി മീറ്റിംഗ് ഉണ്ട്, കുറച്ച് ഫയൽസ് പഠിക്കാനുണ്ട്. അപ്പോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളും ഉണ്ട്. ആ, ഞാൻ കാപ്പി എടുക്കാം. രണ്ടാൾക്കും സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ചേച്ചി ഇവിടെ ഇരിക്കൂ. ചേച്ചിയൊന്നും അല്ല കേട്ടോ, അനിയത്തിയാ. സ്ഥാനം കൊണ്ട് ഹരിയേട്ടന്റെ സ്ഥാനം കൊണ്ട് നോക്കിയാലും മൂത്തത് ഞാനല്ല, അല്ലേ? എനിക്ക് മാഷ് ഒന്ന് കാണണം. സുധർമ്മയ്ക്ക് എത്ര വയസ്സായി? 22. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയാ. ആ, ഇരിക്കൂ. ചന്ദനം തൊട്ടില്ലേ? വേണ്ട, ഞാൻ കുളിച്ചിട്ടേ തൊടാറുള്ളൂ. എനിക്കങ്ങനെ വലിയ ഭക്തിയൊന്നുമില്ല. ഇന്ന് അമ്പലത്തിൽ പോയത് അമ്മയുടെ നിർബന്ധം കൊണ്ടാ. സുധർമ്മ വലിയ ഭക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആരാ ഇഷ്ടദേവൻ? എല്ലാരും ഇഷ്ടദേവതകളാണ്. പതിവായിട്ട് ശിവന്റെ അമ്പലത്തിലാ പോവാ. ഓ, ശിവഭക്തിയാണല്ലേ? അത് കണ്ടോ, സുധർമ്മയെ പോലൊരു ഭക്തയാണ് സതി. കല്യാണത്തിന് ഹരിക്ക് ഒരു അജ്ഞാതം പ്രസന്റ് ചെയ്തതാ. പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പായി അതാരുടേതാണെന്ന്. ഫാന്റെ സ്പീഡ് കൂട്ടണോ? വേണ്ട. സുധർമ്മ എന്താ കല്യാണം കഴിക്കാത്തത്? വല്ല പ്രേമമുണ്ടോ? ഇല്ല. പ്രണയപരാജയമായിരിക്കും. ശരിയാണോ? വലിയ കഷ്ടാണിത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുക, മനസ്സ് ശരീരം അയാൾക്ക് നൽകുക, എന്നിട്ട് ചീറ്റ് ചെയ്താൽ അയാൾ ഇനിയും തിരിച്ചു വരുമെന്ന് വിശ്വാസമുണ്ടോ? ഇപ്പോഴും വരണുണ്ടാവുമല്ലേ? അതിന് വലിയ മന്ത്രപൂജയുണ്ടോ? മതി, പ്ലീസ്. നിർബന്ധിക്കണം. നല്ലൊരു ബന്ധം വരുമ്പോ അതങ്ങ് നടത്തണം. നിർബന്ധിക്കാണ്ടല്ല, സമ്മതിക്കണ്ടേ? വല്ല പശു ആടോ ആയിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കായിരുന്നു. ഇതെനിക്ക് ഒന്നല്ലേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. എന്തേ എന്തേ പറ്റിയത്? പോകാൻ നമുക്ക്. എന്തിനാ നീ കരയണേ? അയ്യോ, ഈ കുട്ടിക്ക് എന്തു പറ്റി? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? എന്താ ഉണ്ടായേ? ആ കാര്യം പോട്ടെ, അതിടയ്ക്ക് അങ്ങനെയാ. അതുകൊണ്ടാണ് പുറത്ത് എവിടേക്കെങ്കിലും പോവാൻ മടി. പോട്ടെ ഹരി. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു തമാശ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കരച്ചില്ല. അതിന് തലക്കിത്തിരിയുണ്ട്. ഭ്രാന്ത് നിനക്കാണ്. നിന്റെ തമാശയൊക്കെ എനിക്കറിയാം. എടീ, ആ പോയ പെൺകുട്ടി അരുത് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ താലി നിന്റെ കഴുത്തി വീഴില്ലായിരുന്നു. ഞാനത് ഇപ്പൊ പറയുന്നു. ഇത് നിനക്ക് ഭിക്ഷ കിട്ടിയതാണ്. ഭിക്ഷ.